ഹലോ, വെൽക്കം ടു ഹോം ഡയറി. കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഈവനിങ് ടൈമാണ്. ജസ്റ്റ് ഇവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാലോ എന്ന് വിചാരിച്ചു. അപ്പൊ പോവാ ഐഡൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ക്യാമറ തിരിച്ചെടുത്ത് പോയ അബദ്ധം ഞാൻ മനസ്സിലാക്കുന്നത്. വീടൊക്കെ പൂട്ടി ഞങ്ങൾ രണ്ടുപേരും നേരെ പാർക്കിലോട്ടേക്ക് വിട്ടു. എല്ലാം തൊട്ടടുത്ത് തന്നെയുള്ള പാർക്കുകളാണ്. സോ കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പാർക്കിലാണ് പോകുന്നതെന്ന് കേട്ടാൽ പിന്നെ ഐഡൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കാടിന്റെ ഇടക്കൂടെ ഒക്കെ പോണം നമ്മള് പാർക്കിലേക്ക്. ഈ ഒരു റോഡ് ക്രോസിംഗ് അപാരതയ്ക്ക് ശേഷം ഞങ്ങൾ പാർക്കിലെത്താറായി. ഓൾമോസ്റ്റ് പാർക്കിലെത്തി. ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. പാർക്ക് മുന്നിൽ കണ്ടതോടെ എക്സൈറ്റ്മെന്റ് കാരണം ഐഡൻ ഓടിപ്പോയി. വീക്കെൻഡ് ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, പാർക്കിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഈ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ യൂക്കാലിപ്സ് മരങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ടൈമിലൊക്കെ കുറേ പേര് ഇവിടെ വരാറുണ്ട്. സോ അങ്ങനെ വന്നിട്ട് ആരോ കൊണ്ടുവച്ച ബുക്സൊക്കെ ആണെന്ന് തോന്നുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പുറത്തുണ്ടായിരുന്നിട്ടും ഇത്രത്തോളം കാറ്റുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ മരക്കൊമ്പങ്ങാൻ പൊട്ടി തലയിൽ വീഴുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണിത്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്കൂള്. ആ കാണുന്ന ബിൽഡിംഗ് സ്കൂളാണ്. ഇന്നെന്താന്നറിയില്ല, ആരുമില്ല പാർക്കിൽ. ഇന്ന് ആരെയും കാണുന്നില്ല. ഐഡു, പോയാലോ ആ പാർക്കിൽ പോയാലോ? വീടിന്റെ അടുത്തുള്ള പാർക്കില് പോവാം. ഇവിടെ വന്നാലുള്ള പ്രധാന പ്രശ്നം ഇതാണ്, തിരിച്ചു പോവാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അടുത്തത് ഞങ്ങള് സെക്കൻഡ് പാർക്കിലേക്ക് പോവാണ്. ഐഡു, പോവാം. ഇവിടെ കാട്ടിലൊക്കെ കാണുന്ന പൂക്കളാണ് ഇതൊക്കെ. നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള വെറൈറ്റി പൂക്കളുണ്ട്. പക്ഷെ ഇതൊക്കെ കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ചില സമയത്ത് ഐഡനാണ് എൻ്റെ ക്യാമറമാൻ. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ തണുപ്പ് കുറവായിരുന്നു. പക്ഷെങ്കിൽ
ഇന്ന് നല്ല തണുപ്പും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ കാറ്റും. കൈയൊക്കെ തണുത്ത് മരവിച്ചു പോയി. കുറച്ച് നടക്കാനുണ്ട്. ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മൾബറി ട്രീ ആണ്. കയ്യെത്തും ദൂരത്തുള്ളതൊക്കെ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ പറിച്ചു തീർത്തു. നല്ല പഴുത്ത മൾബറീസ് ഒക്കെ നിലത്ത് വീണ് കിടപ്പുണ്ട്. നിലത്ത് വീണതായതുകൊണ്ട് തന്നെ ഉപയോഗിക്കാറില്ല. വിൻ്റർ കഴിയുന്നതോടെ ഇപ്പോൾ സൈഡിലൊക്കെ ഡെയ്സി പൂക്കൾ ഇഷ്ടം പോലെ കാണാൻ കഴിയും. അങ്ങനെ രണ്ടാമത്തെ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഈ പാർക്കിൽ ആരും തന്നെ ഇല്ല. കയറി ചെല്ലുമ്പം തന്നെ ഊഞ്ഞാൽ പൊട്ടിക്കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പാർക്കിലും ആരുമില്ല. ഇന്നലെയൊക്കെ ഈ ടൈമിൽ നല്ല വെയിലായിരുന്നു. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നാ പിന്നെ കുറച്ച് ഫോൺ നോക്കിയിരിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഒരു ലേഡി പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് ഡെക്കിനെ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു ആയിട. ഡെക്കുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു ചെറിയ അരുവിയാണ്. രണ്ട് സൈഡും കെട്ടിയെടുത്തപ്പോൾ ഒരു കനാലിന്റെ പ്രതീതിയാണ് ഇതിനുള്ളത്. ഡെക്കിന് നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ കഴിയും, ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നാകെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള മൂന്നാമത്തെ പാർക്ക് വിസിറ്റ് ചെയ്തിരിക്കാം. ഒരു വിധത്തിൽ റൂട്ട് മാപ്പൊക്കെ നോക്കി തപ്പിപ്പിടിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു പാർക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമും കൂടെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ചെറിയൊരു ജിം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ ലേറ്റായി, രാത്രി ഓൾമോസ്റ്റ് 8 മണിയായി. ഡേ ലൈറ്റ് കാരണം ഇവിടെ 9 മണിയാവണം ഇരുട്ടാവാൻ. പിന്നൊരു ദിവസം വരാലോ എന്ന് പറഞ്ഞ് ഐഡനെയും കൂട്ടി പെട്ടെന്ന് തന്നെ ഇറങ്ങി.